അതായത് ഇന്ന് രാവിലെ ഒരു ഏകദേശം 7 മണിയായപ്പോൾ ഈ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലെ ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോസിന്റെ മകള് മരിച്ചുപോയെന്നാണ് തോന്നുന്നത്, അത് മെമ്പർ ഇവിടം വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ അകത്തോട്ട് ചെല്ലുമ്പോൾ ഈ പെണ്ണിന്റെ അച്ഛൻ കരയുന്നുണ്ട്, അമ്മ അപ്പുറത്തിരുന്ന് കരയുന്നുണ്ട്. അപ്പം ഞാൻ അകത്ത് കയറി ഈ പെൺകുട്ടി കിടക്കുന്നത് നോക്കുമ്പോൾ കട്ടിലേ കിടക്കുകയാണ്. അസ്വാഭാവികമായി ഒന്നും തോന്നുന്നില്ല. തലയിണയിൽ നിന്ന് തല ഒരല്പം ചാഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അതല്ലാതെ വേറെ അസ്വാഭാവികത തോന്നിയില്ല. അത് പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് പോലീസിൽ അറിയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസിൽ അറിയിക്കണമെന്ന് പറഞ്ഞത് പെണ്ണിന്റെ അച്ഛനോടല്ല, അവിടെ ഏറ്റവും അടുത്ത ബന്ധു എന്നുള്ള നിലയിൽ അമ്മാവനുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മാവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അതിൻ്റെ ആവശ്യമുണ്ടോ, നമുക്ക് ആള് മരിച്ചുപോയി, ഇനി പിന്നെ പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതല്ല, അതിന് നിയമപരമായി നമ്മളിത് ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് പോലീസിൽ അറിയിക്കാം എന്ന് പറഞ്ഞു. എങ്കിലും എനിക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ ഒരു കാര്യമുള്ളത്, പലപ്പോഴും പ്രായമായവരൊക്കെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ മരിക്കുമല്ലോ. അപ്പോൾ ആശുപത്രിക്കാർ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറയും. പക്ഷേ പോലീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആണെന്നാണ് ധരിച്ചത്. എങ്കിലും ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു മരണം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ മരണം നടന്നത് നിങ്ങൾ സ്ഥിരീകരിച്ചാൽ പോരല്ലോ, ആശുപത്രി ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാർ സ്ഥിരീകരിക്കണമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് ഈ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ ഓട്ടോറിക്ഷയിൽ ഈ കൊച്ചിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ അകത്തുനിന്ന് ആരാണ് പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല, പറഞ്ഞു അത് ശരീരം മരവിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആംബുലൻസ് ഞാൻ തന്നെയാണ് വിളിച്ചത്. ആംബുലൻസ് വിളിച്ചു, ആ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുവന്നു. പിന്നെ കുട്ടിയുടെ അമ്മാവനുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തു. പിന്നെ തിരിച്ചു വന്നിട്ട് ഇതിന്റെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ പല രൂപത്തിലാണ് നമ്മൾ ഇടപെടുമല്ലോ, പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ അങ്ങനെ ഇടപെട്ടു. പിന്നെ തഹസിൽദാർ കൂടെ വന്നാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നത്. അങ്ങനെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അയച്ചിട്ട് ഞാൻ തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ആ സ്ഥലത്ത് രണ്ടാമത് ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അടക്കമായിട്ടുണ്ടാകുമെന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് കൊണ്ടുവന്നിട്ടില്ല. മാത്രമല്ല ഇങ്ങനെ ഇത് കൊലപാതകമാണെന്ന് സംശയമുണ്ട്, പോലീസ് അന്വേഷണം നടത്തുന്നു പറഞ്ഞതനുസരിച്ചാണ് ഞാൻ പിന്നീട് ഈ പ്രദേശത്തേക്ക് വരുന്നത്. ഇല്ല, കാരണം കാണുന്ന സമയത്ത് അച്ഛൻ കരയാണ്. മാത്രമല്ല ഇത് പ്രത്യേകിച്ച് ചോദിക്കാൻ അപ്പോഴൊരു സംശയമില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും ചോദിച്ചില്ല, ആരോടും ചോദിച്ചില്ല. ഇവിടെയാണ് താമസിക്കുന്നത്. ഒരു 4-5 മാസമായി കാണും, പ്രത്യേകം അറിയത്തില്ല, എന്നാലും 4-5 മാസമെങ്കിലും ആയി കാണും. ഓട്ടോ ഡ്രൈവറുമാണ്. ഇടയ്ക്ക് ഈ വണ്ടി ഓടിക്കാൻ പോകാത്ത സമയത്ത് സെക്യൂരിറ്റി പണിക്കും പോകാറുണ്ട്. തർക്കം ഉണ്ടായിരുന്നെന്ന് അറിയത്തില്ല, കാരണം എന്റെ വീടിന്റെ അടുത്ത് നിന്ന് കുറെ അകലെയാണ്. അവിടെ അങ്ങനെ ഒരു തർക്കം ഉണ്ടാകാനുള്ള സാധ്യതയില്ലാത്ത വീടാണ്. ഈ പെണ്ണിന്റെ അച്ഛനും അമ്മയും അച്ഛന്റെ അച്ഛനും അമ്മയും ഈ പെണ്ണും മാത്രമേ ആ വീട്ടിലുള്ളൂ. അപ്പൊ തർക്കമുണ്ടാകാനുള്ള സാധ്യതയില്ല. മാത്രമല്ല ആ വീട്ടിലെ ആൾക്കാരുടെ ഒരു സ്വഭാവം വെച്ച് ആരുമായിട്ടും ഒരു പിണക്കം ഉണ്ടാകുന്നവര് അല്ല. ഇനി വളരെ സൗമ്യ സ്വഭാവക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോ ഇത് കേൾക്കുമ്പോഴും ശരിക്കും അത്ഭുതപ്പെട്ടു പോയി എന്നാണ്. ഒരാളോടും ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ആളില്ല. അതുകൊണ്ട് മകള് തമാശക്കാരിയായ ഒരു കുട്ടിയായിരുന്നു. എന്റെ മകളുടെ കൂടെ പഠിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് ആ കൊച്ചിനെ നന്നായിട്ട് അറിയാം.